നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടിയായത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. പത്മകുമാർ അടക്കം മുതിർന്ന CPM നേതാക്കൾ ജയിലിലായതോടെ വലിയ പ്രതിരോധത്തിലായിരുന്നു ഇടതുമുന്നണി. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടുകൂടി വന്നതോടെ ഇടതുമുന്നണി പാട്ടും പാടി തോറ്റു. ഇപ്പോൾ പോറ്റിയെ കേറ്റിയത് തങ്ങളല്ലെന്നും UDF കാലത്താണെന്നും സ്ഥാപിച്ച് തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കണ്ട UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MPയെ SIT ചോദ്യം ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമായുധമാക്കുകയാണ് LDF. പോറ്റി ശബരിമലയിലെത്തിയ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന KC വേണുഗോപാലിനെ കൂടി ചേർത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തിരിച്ചടിക്കാനാണ് LDFന്റെ നീക്കം. ഒരു കാര്യം ഉറപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും സ്വർണ്ണക്കൊള്ള മൂന്ന് മുന്നണികളുടെയും പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉണ്ടാകും എന്നത്. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. അമേരിക്കയിൽ നിന്നുമുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. മലേഷ്യൻ സന്ദർശനത്തിൽ വ്യാപാര കരാർ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത SIT. 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ എല്ലാത്തിനും ഉത്തരം നൽകിയെന്ന് പ്രതികരണം. തിരഞ്ഞെടുപ്പ് നാടകമെന്ന് KC വേണുഗോപാൽ. സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ അറിവോടെയെന്ന് SIT വിജിലൻസ് കോടതിയിൽ. ഭരണപ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ആന്റണി MPക്കെതിരെ തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ്. തിരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ലെന്ന് പരാതി. ആന്റോയ്ക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും വിവരം EDയെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചുവെന്നും ഉടമ NM രാജു. തിരഞ്ഞെടുപ്പിലെ ഫണ്ടിലേക്ക് പണം വാങ്ങിയിരുന്നുവെന്നും തിരികെ നൽകിയെന്നും ആന്റണി. കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടെന്നും വിശദീകരണം. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് സമസ്ത. രാഷ്ട്രീയ ഇസ്ലാം അപകടമെന്നും പാൻ ഇസ്ലാമിക് ചിന്തകൾക്കെതിരെ ജാഗ്രത വേണമെന്നും സമ്മേളനത്തിൽ പ്രമേയം. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര്. ജമാഅത്തിയെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് MV ഗോവിന്ദൻ വർഗീയതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്ന് VD സതീഷ്. പുതിയ KPCC പ്രസിഡന്റിനായി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഫെബ്രുവരി 15-നുള്ളിൽ പ്രഖ്യാപനമുണ്ടാകും. കൊടിക്കുന്നിൽ സുരേഷിന് മുൻഗണന. ബെന്നി ബെഹനാന്റെയും ഷാഫി പറമ്പിലിന്റെയും പേരുകൾ ചർച്ചയിൽ. UDFന്റെ പുതുയുഗ യാത്ര കണ്ണൂരിൽ. LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ പത്തനംതിട്ട ജില്ലയിൽ. BJPയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ തുടക്കം. തിരുവല്ലയിൽ സ്പാ ബലാത്സംഗ കേസിന് പിന്നിൽ കൊട്ടേഷനാണെന്ന പരാതി അന്വേഷിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദ്. പ്രത്യേക സംഘത്തിന് ചുമതല. നിലവിൽ 6 പേർ പ്രതികൾ. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന സ്പാ ഉടമ ഡോക്ടർ സഞ്ജയുടെ പരാതിയും അന്വേഷിക്കും. നടൻ മണിയംപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസ് വീഴ്ചയിൽ തിരുവനന്തപുരം DCP അന്വേഷണം തുടങ്ങി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHOയുടെ മൊഴിയെടുത്തു. വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K കാർത്തിക്. നടൻ മദ്യപിച്ചിരുന്നോ എന്ന് കണ്ടെത്താൻ പരിശോധനാ ഫലം കാത്തു പോലീസ്. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ അമേരിക്കയ്ക്ക് 162 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയെ ഭേദപ്പെട്ട നിലയിലെത്തിച്ചത് 49 പന്തിൽ 84 റൺസ് എടുത്ത സൂര്യകുമാർ യാദവിന്റെ പ്രകടനം. മറുപടി ബാറ്റിംഗിൽ USAക്ക് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി. ആദ്യ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ പാകിസ്ഥാനും 2ാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ വെസ്റ്റ് ഇൻഡീസിനും ജയം. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമാകുന്നു. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട അമേരിക്ക. അതിവേഗ ബോട്ടുകൾ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ചിറാൻ. ഇറാൻ ബന്ധം ആരോപിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. സ്റ്റോറി ഓഫ് ദ ഡേ. ഒന്നിപ്പിക്കുന്ന കലകൾക്കൊരു സംഗമവേദി.
വാർത്തകൾ വിശദമായി നോക്കാം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ട ഇരു രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18% കുറച്ചു. അമേരിക്കയിൽ നിന്നുമുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ട്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 50% തീരുവയാണ്. ഇതാണ് 18% കുറച്ചിരിക്കുന്നത്. പ്രധാനമായും 2 തരം തീരുവകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റെസിപ്രോക്കൽ താരിഫ്, 2 റഷ്യൻ ഓയിൽ പെനാൽറ്റി. 50%-ൽ 25% റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ചുമത്തിയ പിഴയാണിത്. കരാറിന്റെ ഭാഗമായി ഈ തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്നും പകരമായി അമേരിക്കയിൽ നിന്ന് ഏകദേശം $500 ബില്യൺ ഊർജ്ജം, പ്രതിരോധ ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവ വാങ്ങുമെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. റെസിപ്രോക്കൽ താരിഫാണ് 25%-ൽ നിന്ന് 18% കുറച്ചത്. വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, റബ്ബർ, പ്ലാസ്റ്റിക്, ജൈവവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് US സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കരാറിന്റെ ഗുണഫലങ്ങൾ ഇരു രാജ്യങ്ങൾക്കും മാത്രമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക റൂൾസ് ഓഫ് ഒറിജിൻ നടപ്പാക്കും. ഇത് ചൈന പോലുള്ള 3ാം രാജ്യങ്ങൾ കരാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കും. അമേരിക്ക തീരുവ കുറയ്ക്കുന്നതിന് പകരമായി ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ഇളവുകൾ നൽകും. അമേരിക്കൻ സോയാബീൻ ഓയിൽ, പഴങ്ങൾ, വൈൻ, ആഡംബര കാറുകൾ തുടങ്ങിയവയുടെ തീരുവ ഇന്ത്യ കുറയ്ക്കും. മെഡിക്കൽ ഉപകരണങ്ങളുടെയും IT ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയിലുള്ള തടസ്സങ്ങൾ ഇന്ത്യ ഒഴിവാക്കും. അതേസമയം ഓറഞ്ച്, പ്ലം, മുന്തിരി, നാരങ്ങ, വാഴപ്പഴം എന്നിവയ്ക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകില്ല. തീരുവ കുറയ്ക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകുകയും ഇന്ത്യയുടെ വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ വരാൻ മാർച്ചിൽ ഒപ്പിടുന്ന നിയമപരമായ കരാർ വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി മലേഷ്യ സന്ദർശിക്കുന്നത്. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് ബാങ്കോക്കിൽ നിന്നും പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ എത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ശ്രീലങ്കൻ സന്ദർശനം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ചും മോദി സന്ദർശനത്തിനിടെ പരാമർശിച്ചു. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രിയും ഒരേ വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. കോലാലംപൂരിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പൊതുപരിപാടിയിലാണ് മോദി ആദ്യം പങ്കെടുത്തത്. മലേഷ്യയിൽ ഇന്ത്യ ഉടൻ തന്നെ പുതിയ കോൺസുലേറ്റ് തുറക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അറിയിച്ചു. ഇന്ത്യയിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് തിരുവള്ളുവർ സ്കോളർഷിപ്പുകൾ നൽകുന്ന പദ്ധതിയും ഉടൻ നടപ്പിലാക്കുമെന്നും ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലമാണ് ഇന്ത്യൻ സമൂഹമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ചും മോദി പരാമർശം നടത്തി. രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കരാറിന് തയ്യാറാകുന്നുവെന്നും ഇതിൽ നിന്ന് ഇന്ത്യയുടെ പ്രാധാന്യം വ്യക്തമെന്നും മോദി പറഞ്ഞു. ഇന്ത്യയെ ഒരു വലിയ വിപണിയായാണ് നേരത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിക്ഷേപത്തിനും വ്യാപാരത്തിനുമുള്ള ഒരു കേന്ദ്രമാണ് ഇന്ത്യ. വളർച്ചയ്ക്കുള്ള വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ മാറി. UK, UAE, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാര കരാറുകളുണ്ട് എന്നും മോദി പറഞ്ഞു. ഇന്ത്യൻ ഭാഷകൾക്കും മലായ് ഭാഷകൾക്കുമിടയിൽ പൊതുവായി ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകൾ ഉണ്ടെന്നും 2 രാജ്യങ്ങളുടെയും രുചികൾ പോലും സാമ്യമുണ്ടെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്ര പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കും. വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, സെമി കണ്ടക്ടർ മേഖല എന്നിവയിൽ പുതിയ കരാറുകൾ ഒപ്പിട്ടേക്കും. സുരക്ഷാ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക, ഡോർണിയർ വിമാനങ്ങളുടെ വിൽപ്പന, സുഖോയ് 30 വിമാനങ്ങളുടെയും സ്കോർപീൻ അന്തർവാഹിനികളുടെയും അറ്റകുറ്റപ്പണി എന്നിവയിൽ ഇന്ത്യയും മലേഷ്യയും സഹകരിച്ചേക്കും. ഞായറാഴ്ച നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മോദി ഇന്ത്യയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF-നെ പ്രതിരോധത്തിലാക്കിയ SIT. UDF കൺവീനറെ ചോദ്യം ചെയ്ത് SIT. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് 3 മണിക്കൂറോളമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അടൂർ പ്രകാശ് MP പറഞ്ഞു. അതേസമയം ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അടൂർ പ്രകാശ് MPയുടെ മൊഴിയിൽ അന്വേഷണം
സംഘം തൃപ്തരോ, ഇനിയും ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. റിപ്പോർട്ടിലേക്ക്. രാവിലെ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂറോളം നീണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യങ്ങളടക്കം അറിയേണ്ടതെല്ലാം ചോദിച്ചുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായി മറുപടി പറഞ്ഞുവെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായില്ലെന്നും ചോദ്യം ചെയ്യലിൽ അസ്വാഭാവികതയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു, അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പ്രത്യേക അന്വേഷണ സംഘം 2-ാം ദിനവും ചോദ്യം ചെയ്തു. അടൂർ പ്രകാശുമായി നടന്ന സമ്മാന കൈമാറ്റത്തിലടക്കം അന്വേഷണ സംഘം വ്യക്തത വരുത്തിയതായാണ് സൂചന. ഒരേ ചോദ്യങ്ങളിൽ ഇരുവരുടെയും ഉത്തരങ്ങൾ അന്വേഷണ സംഘം വിലയിരുത്തും. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം. സ്വാഭാവിക നടപടി മാത്രമാണെന്നും UDF-ൽ ഭിന്നതയില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. വിളിച്ച ഉടനെ അദ്ദേഹം പോയി അന്വേഷിക്കട്ടെ. ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര്, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പോൾ കൈ മുകളിലിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ. അത്രേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളടക്കം അന്വേഷണം നടക്കുമെന്ന് SIT നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശ് MPയെ SIT ചോദ്യം ചെയ്തതിന് പിന്നാലെ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അടൂർ പ്രകാശ് പെരുങ്കള്ളന്മാരെ ഒന്നിലേറെ തവണ കാണുകയും സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നും VD സതീശൻ പറയുന്നതുപോലെ ജാമ്യം ലഭിച്ചതുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസ് അവസാനിക്കാൻ പോകുന്നില്ല എന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് UDF കൺവീനർ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തുള്ള 10 കൊല്ലത്തേക്ക് മാത്രമല്ല, ഒരു 10 കൊല്ലം കൂടി പിന്നോട്ടേക്ക് പോയി ആവശ്യമായ അന്വേഷണം നടത്തണം എന്നുകൂടി വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആ വലയത്തിൽ വരികയാണ്. ഈ വാഹനം എന്ന അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് കൈപ്പറ്റാനായത് എന്നുള്ളത് ബോധ്യമാണ്. UDF-ന്റെ കൺവീനർ ഉൾപ്പെടെ ആന്റണി എന്ന MP, AR ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണം കട്ടവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രതികളെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവർ. ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ജാമ്യം ലഭിക്കില്ലായിരുന്നു. ജാമ്യം ലഭിച്ചത് SITയുടെ അനാസ്ഥ മൂലമാണ്. സർക്കാരിനെതിരെ UDF പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഇതിലെ യഥാർത്ഥ പ്രതികളെല്ലാം മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ടും ഇതുവരെ പാർട്ടി നടപടി സ്വീകരിക്കാത്തതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പൂർണ്ണമായും പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്നും നിതിൻ നബിൻ പറഞ്ഞു. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് നിതിൻ നബിൻ കൊച്ചിയിൽ എത്തിയത്. കേരളത്തെ സുരക്ഷിതവും വികസിതവുമാക്കി മാറ്റുന്നതിനായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നായിരുന്നു നിതിൻ നബിന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഇതിനെതിരെ പൂർണ്ണമായും പോരാടുമെന്നും നീതി ഉറപ്പാക്കുമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. केरल को सुरक्षित प्रदेश, विकसित प्रदेश बनाने में हम आगे बढ़ेंगे और सबरीमाला पर जिस प्रकार से यहाँ के सत्ता और विपक्ष खेल खेल रहा है, हम पूरी तरह से उसके लिए लड़ाई लड़ेंगे और जस्टिस लेकर रहेंगे. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ BJP ദേശീയ അധ്യക്ഷൻ ഇന്നലെ കൊച്ചിയിൽ നടന്ന BJP കോർ കമ്മിറ്റിയിലും NDA നേതൃയോഗത്തിലും പങ്കെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള നേതാക്കളോടെല്ലാം 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ്
ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കേണ്ടി വരും. ഉത്തരേന്ത്യൻ മോഡലിൽ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്നും കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് നിതിൻ നബീൻ ഇന്നലത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല തന്ത്രിസ്ഥാനം മാറ്റുന്ന കാര്യത്തിൽ നിലവിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രസക്തിയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ധർമ്മനിഷ്ഠമായ തീരുമാനം ആവശ്യമായ ഘട്ടത്തിൽ കൈക്കൊള്ളും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ED അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. എത്ര വലിയ സാമ്പത്തിക ക്രമക്കേടാണെങ്കിലും പുറത്തു വരണമെന്നും കെ ജയകുമാർ പറഞ്ഞു. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പത്തനംതിട്ട MP ആന്റോ ആന്റണി 2 കോടി രൂപ കൈപ്പറ്റിയെന്നും എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ നൽകിയില്ലെന്നും ആരോപണം. തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവാണ് MPക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാങ്ങിയ പണം കൃത്യമായി മടക്കി നൽകിയെന്നും വിശദീകരിച്ച് ആന്റോ ആന്റണി MPയും രംഗത്തെത്തി. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ആളുകൾ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അല്ലാതെ എന്റെ കയ്യിൽ പണമില്ല. 2019 രാജു UDF നേതാവായിരുന്നു. അന്ന് രാജു സഹായിച്ചതാണ്. ആ പണം തിരികെ കൊടുത്തുവെന്നും ആന്റോ ആന്റണി പറയുന്നു. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിലാണ് ആന്റോ ആന്റണി തന്റെ പക്കൽ നിന്നും 2 കോടി രൂപ വാങ്ങിയതെന്നാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ 7 വർഷം പിന്നിട്ടിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചതെന്ന് രാജു ആരോപിക്കുന്നു. സ്വന്തം സ്ഥാപനം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ പലതവണ സഹായം ചോദിച്ചിട്ടും MP കൈമലർത്തിയെന്നും രാജു ആരോപിച്ചു. ആ ക്യാമ്പയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ആന്റോ ആന്റണി എൻ്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു. എനിക്ക് ആന്റോ ആന്റണിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. NM രാജുവിന്റെ ആരോപണങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിശദീകരണവുമായി ആന്റോ ആന്റണി MPയും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് സമയത്ത് സഹായമായി പണം കൈപ്പറ്റിയിരുന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചു. കോൺഗ്രസിന് ഫണ്ടില്ലാത്ത സാഹചര്യത്തിൽ പലരും സഹായിക്കാറുണ്ടെന്നും എന്നാൽ രാജു ആരോപിക്കുന്നത് പോലെ പണം തിരികെ നൽകാതിരുന്നിട്ടില്ലെന്നും MP വ്യക്തമാക്കി. 5 തെരഞ്ഞെടുപ്പിലും എന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ട് പണമൊന്നുമില്ല. അപ്പം അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഈ രാജു എന്നെ സഹായിച്ചിട്ടുണ്ട്. NM രാജു 2019 കോൺഗ്രസിനൊപ്പമായിരുന്നു. തന്നെ മാത്രമല്ല CPMനെയും കേരള കോൺഗ്രസിനെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കണക്കുകളിൽ തനിക്ക് തന്ന തുക ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമപരമായ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും ആന്റോ ആന്റണി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന 100ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം. രാഷ്ട്രീയ ഇസ്ലാം അപകടമെന്നും പാൻ ഇസ്ലാമിക് ചിന്തകൾക്കെതിരെ ജാഗ്രത വേണമെന്നും കാസർഗോഡ് നടക്കുന്ന സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വിഘടനവാദ ചിന്തകളെ പ്രതിരോധിക്കുവാനും സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമെന്നും ഇതിനായി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം നടത്തണമെന്നും സമസ്ത 100ാം വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാസർഗോഡ് കുണിയയിൽ നടന്നുവരുന്ന സമ്മേളനത്തിലാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത്. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം അനിവാര്യം. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളിയും പരിഗണിച്ച് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണ്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും ജില്ലകളുടെ പുനർനിർണയം അത്യന്താപേക്ഷിതമാണ്. ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും ജില്ലാ രൂപീകരണം ആവശ്യമെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും സമസ്ത സമ്മേളനത്തിൽ പ്രമേയമുണ്ടായി. രാഷ്ട്രീയ ഇസ്ലാം അപകടകരമായ ആശയമെന്നും മൗദൂദി ചിന്ത യുവാക്കളെ വഴിതെറ്റിക്കുന്നതായും പ്രമേയം പറയുന്നു. മതരാഷ്ട്രവാദം ഒളിച്ചുകടത്തുന്ന വൈകാരിക പ്രകടനങ്ങളിലൂടെ മുസ്ലിം യുവാക്കളെ മുഖ്യധാരയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന മൗദൂദിസ്റ്റ് വിചാരധാരകൾ ഗൌരവതരമായ വെല്ലുവിളി ഉയർത്തുന്നതായും സമസ്ത സമ്മേളന പ്രമേയം വിശദമാക്കുന്നു. വിഘടനവാദ ചിന്താഗതികളെ പ്രതിരോധിക്കാനും സമസ്ത 100ാം വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. സമസ്ത സമ്മേളനം
ഞായറാഴ്ച സമാപിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. പുതിയ KPCC പ്രസിഡന്റിനായി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഫെബ്രുവരി 15-നുള്ളിൽ പ്രഖ്യാപനമുണ്ടാകും. കൊടിക്കുന്നിൽ സുരേഷിന് മുൻഗണന. ബെന്നി ബെഹന്നാന്റെയും ഷാഫി പറമ്പിലിന്റെയും പേരുകൾ ചർച്ചയിലുണ്ട്. സണ്ണി ജോസഫ് തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങുന്നതിനാലാണ് പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ എന്നതിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന് പ്രഖ്യാപനം നടത്തണമെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തും. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെ 19ഇടത്തും സിറ്റിംഗ് MLA-മാർ തന്നെ കളത്തിലിറങ്ങും. സണ്ണി ജോസഫ് മത്സരരംഗത്ത് ഇറങ്ങുന്നതിനാൽ പുതിയ KPCC അധ്യക്ഷനെ ഉടനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിനാണ് മുൻഗണന. ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരും പരിഗണനാ പട്ടികയിലാണ്. സാമുദായിക സമവാക്യങ്ങളും സീനിയോറിറ്റിയും കണക്കിലെടുത്താണ് കൊടിക്കുന്നിലിന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നത്. ഫെബ്രുവരി 15-നകം പ്രഖ്യാപനം നടത്തും. അതേസമയം പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ പൂർണ്ണ ചുമതലയാണോ നൽകേണ്ടത് എന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ മടങ്ങിവരില്ല. ഭരണം പിടിക്കാനായില്ലെങ്കിൽ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിൽ തിരികെ എത്തേണ്ടി വരും. അപ്പോൾ താൽക്കാലിക പദവി ഒഴിയാൻ പുതിയ അധ്യക്ഷൻ തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പൂർണ്ണ ചുമതല വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര ആരംഭിച്ചതിനാൽ മറ്റു കാര്യങ്ങൾക്കും വേഗത കൂട്ടി 2-3 ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും കോൺഗ്രസിന് കടക്കേണ്ടതുണ്ട്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നതിനാൽ പ്രചാരണ ഗോതയിലിറങ്ങാൻ വൈകരുത് എന്നതാണ് UDF-ന്റെ പൊതുവായ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജോസ് കെ മാണി MP നയിക്കുന്ന LDF മധ്യമേഖലാ ജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകി. വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഓരോ സാധാരണക്കാരന്റെ വീട്ടിലേക്കും വികസനത്തിന്റെ വെളിച്ചമെത്തിയത് ക്ഷേമ പെൻഷനുകളിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചത്. ചങ്ങനാശ്ശേരി ടൗണിലായിരുന്നു ആദ്യ സ്വീകരണം. തുടർന്ന് കോട്ടയം ടൗണിലും ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി. മൂന്നാം ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്നതിൻ്റെ തെളിവാണ് ജാഥയ്ക്ക് ലഭിക്കുന്ന സ്വീകരണമെന്ന് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി പറഞ്ഞു. നവകേരളത്തിൻ്റെ ശില്പി പിണറായി വിജയൻ എന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ഇടതു സർക്കാർ എല്ലാ മേഖലകളിലും വികസനം സാധ്യമാക്കി. സാധാരണക്കാരന് ഏറ്റവും ആശ്വാസമായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതാണ്. രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയ LDF സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു KM മാണിയെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു ക്ഷേമ പെൻഷൻ കൊടുത്തു കർഷക തൊഴിലാളികൾക്ക്, വെറും 45 രൂപ. അന്നത്തെ മുഖ്യമന്ത്രി ആരാന്നറിയണ്ടേ? അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EK നായനാരായിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ KM മാണിയായിരുന്നു. അന്ന് ഏത് മുന്നണിയായിരുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. ക്ഷേമ പെൻഷനുകളുടെ തുകയിൽ വലിയ വർധനവ് വരുത്തിയിട്ടുള്ളത് ഇടതു സർക്കാരുകളുടെ കാലത്താണ്. സർക്കാർ ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട GST വിഹിതം നൽകാതെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ഈ അവസ്ഥയിലും സംസ്ഥാനത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാതെ UDF രാഷ്ട്രീയം കളിച്ചു. കേരളത്തിൻ്റെ സാമ്പത്തിക നില തകർക്കാനായി കേരളത്തിൻ്റെ റബ്ബർ കൃഷിക്ക് കേന്ദ്ര സർക്കാർ തുരങ്കം വയ്ക്കുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ MLA, PP സുനീർ MP, മുൻ MP PK ബിജു തുടങ്ങിയവർ സ്വീകരണ പരിപാടികളിൽ സംസാരിച്ചു. ജാഥ ഞായറാഴ്ച പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. അമൃത ന്യൂസ്, കോട്ടയം. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂർ കാളത്തോട് 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതിയാണ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമായത്. തുടർന്ന് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ദേശീയ അധ്യക്ഷൻ പങ്കെടുത്തു. ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിതിൻ നബീന് ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. തുടർന്ന് തൃശൂർ കാളത്തോട് 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചരണത്തിന് നിതിൻ നബീൻ തുടക്കം കുറിച്ചു.
പരിപാടിയിൽ വികസിത കേരളവും കേന്ദ്ര ബജറ്റും എന്ന വിഷയത്തിൽ പൗരപ്രമുഖരുമായി നടന്ന ചർച്ചയിലും നബീൻ പങ്കെടുത്തു. ഭാവിയിൽ ഒരു സിലിക്കൺ വാലിയായി കേരളത്തെ മാറ്റണമെന്നും അതിന് BJP പ്രതിജ്ഞാബദ്ധരാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത നബീൻ വ്യക്തമാക്കി. ये कहीं ना कहीं दिखाता है कि हमारे माननीय प्रधानमंत्री जी का विजन और जनता का विश्वास किस प्रकार से हमारे साथ जुड़ा है. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S. സുരേഷ്, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കൾ ദേശീയ അധ്യക്ഷനൊപ്പം ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ബലാത്സംഗ കേസിൽ അതിജീവിത നേരിട്ടത് ക്രൂരപീഡനം. കഴുത്തിൽ കത്തിവെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച മരണസുബിൻ എന്ന പ്രതി സ്പായിലെത്തിയ കസ്റ്റമർക്കൊപ്പവും ഇരയുടെ നഗ്ന വീഡിയോ പകർത്തി. ബിസിനസ്സിലെ എതിരാളികൾ നൽകിയ കൊട്ടേഷനാണ് ക്രിമിനൽ സംഘം നടപ്പിലാക്കിയതെന്ന് സ്പാ ഉടമ ആരോപിച്ചു. അതേസമയം പോലീസ് സമയബന്ധിതമായി നടപടിയെടുത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസുകാർക്ക് പങ്കുണ്ട് എന്നത് കണ്ടെത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പത്തനംതിട്ട SP R. ആനന്ദ് പ്രതികരിച്ചു. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാപ്പ കേസ് പ്രതിയായ മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും നടത്തിയത് അതിക്രൂര പീഡനം. സ്പായിലെത്തി പണം ആവശ്യപ്പെട്ട സുബിനോട് കയ്യിൽ പണമില്ലെന്ന് അതിജീവിത പറഞ്ഞതോടെ വലിച്ചിഴച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരപീഡനത്തിന് വിധേയയാക്കി. സ്പായിലുണ്ടായിരുന്ന കസ്റ്റമറെയും സുബിൻ മർദ്ദിച്ചു. ബലാത്സംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനൊപ്പം കസ്റ്റമർക്കൊപ്പവും ഇരയെ കിടത്തി ദൃശ്യങ്ങൾ പകർത്തി. ഇതെല്ലാം കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. എന്നാൽ സംഭവം ബിസിനസ്സിലെ എതിരാളികൾ നൽകിയ കൊട്ടേഷനാണെന്നും പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും സ്പാ ഉടമ ആരോപിച്ചു. അതേസമയം സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ചിരുന്നില്ല എന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് എന്നും ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് അറിയിച്ചു. സ്പായിൽ നിത്യസന്ദർശകരും മാസപ്പടി വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിൽ ഉടനടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസിൽ ആദ്യം പോലീസിന് ഈ കേസിൽ പരാതി ലഭിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോമോട്ടായിട്ട് അവിടെ SHO തിരുവല്ല SHO അവിടെ ചെന്നിട്ട് മൊഴി രേഖപ്പെടുത്തി അവിടെ വിക്ടിമിന് വേണ്ടിയുള്ള സഹായങ്ങൾ സപ്പോർട്ട് അവർക്കുള്ള ധൈര്യമെല്ലാം കൊടുത്തും മൊഴി രേഖപ്പെടുത്തിയതാണ്. മൊഴി രേഖപ്പെടുത്തി അങ്ങനെ ഒരു പ്രൊആക്റ്റീവായിട്ട് കേസെടുത്ത് FIR എടുത്ത് പ്രതികൾ അറസ്റ്റ് ചെയ്തതാണ്. ഇരയ്ക്ക് പോലീസിൽ നിന്ന് എല്ലാ സഹായവും നൽകും. തിരുവല്ല DVSP സ്പാ ഉടമയിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണമുണ്ടാകും. സെന്ററിലെ മറ്റൊരു ജീവനക്കാരിക്കെതിരായ ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും SP അറിയിച്ചു. ഒപ്പം പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആക്ഷേപം ശക്തമായതോടെ ആഭ്യന്തര അന്വേഷണത്തിനും ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നടൻ മണിയംപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസ് വീഴ്ചയിൽ അന്വേഷണം ആരംഭിച്ചു. DCP വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. സംഭവശേഷം മണിയംപിള്ള രാജു പോലീസുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മ്യൂസിയം SHO മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വെച്ചാണ് നടൻ മണിയംപിള്ള രാജുവിന്റെ കാർ ബൈക്കിലിടിച്ച് അപകടമുണ്ടായത്. 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് വാഹനമോടിച്ച മണിയംപിള്ള രാജുവിനെ കസ്റ്റഡിയിലെടുക്കുവാനോ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുവാനോ പോലീസ് തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. അപകടശേഷം താൻ നേരിട്ട് പോലീസിൽ വിളിച്ചറിയിച്ചതായും മണിയംപിള്ള രാജു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പോലീസിന്റെ വീഴ്ചയിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചത്. DCP വിനോദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. എന്നാൽ സംഭവശേഷം മണിയംപിള്ള രാജു പോലീസിൽ വിളിച്ചിട്ടില്ലെന്ന് മ്യൂസിയം പോലീസ് SHO മൊഴി നൽകി. അപകടം നടന്ന പിറ്റേ ദിവസം രാവിലെ 7:30ഓടെയാണ് മണിയംപിള്ള രാജുവുമായി ഫോണിൽ ബന്ധപ്പെടാനായത്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതായും രാത്രി മുഴുവൻ വീടിന് മുന്നിൽ കാവൽ കിടന്നതായും പിറ്റേ ദിവസം രാവിലെ നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും അല്ലാത്ത പക്ഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അറിയിപ്പ് നൽകിയതായും CI മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച അന്വേഷണം തുടരുകയാണെന്നും വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് അറിയിച്ചു. അപകടശേഷവും വാഹനം നിർത്താതെ പോയ മണിയംപിള്ള രാജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ജാമ്യത്തിൽ വിടുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ. T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അമേരിക്കയ്ക്ക് 162 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മോശം തുടക്കമായിരുന്നു. 49 പന്തിൽ 84 റൺസുമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചത്. 6 ബാറ്റ്സ്മാൻമാർ 2 അക്കം കാണാതെ പുറത്തായി. മറുപടി ബാറ്റിംഗിൽ USA ബാറ്റിംഗ് തകർച്ചയാണ്.
T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ നിന്നും പിന്മാറണമെങ്കിൽ ICCക്ക് മുൻപിൽ പുതിയ ഉപാധികൾ വെച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കേണ്ട മത്സരത്തിൽ കളിക്കാമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCയുമായി നടത്തിയ ചർച്ചകളിൽ വ്യക്തമാക്കുന്നത്. ICC വരുമാന വിഹിതത്തിൽ വർധനവ് വരുത്തണമെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഇന്ത്യ-പാക് മത്സരത്തിലൂടെ ലഭിക്കുന്ന കോടികളുടെ ലാഭത്തിൽ തങ്ങൾക്ക് കൂടുതൽ വിഹിതം വേണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഇന്ത്യയുമായുള്ള ദ്വിരാഷ്ട്ര പരമ്പരകൾ പുനരാരംഭിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു.